ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ഞങ്ങൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. നമ്മളെവിടേക്കാണ് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇവിടെ നേരെ വട്ടക്കോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. കോഴിക്കോട് എന്തായാലും പോകേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ കോഴിക്കോടൊക്കെ പോയി അടിച്ച് പൊളിച്ച് ഞങ്ങൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തരാം. നമ്മുടെ അനിയനാണ്, അനിയൻ വിഷ്ണുരാജ്, അവൻ്റെ വൈഫ് ആതിരക്കുട്ടി. ഗൾഫിലായിരുന്നു. അവനവിടെ വെച്ചെന്നെ പ്ലാനിങ് ആയിരുന്നു ഞങ്ങൾ എവിടെയൊക്കെ ഒന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്ന് കിട്ടി. എന്തായാലും കോഴിക്കോട് ഞങ്ങൾക്ക് പോകണം. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളൊരു ട്രിപ്പായിട്ട് മാറ്റണത്. അപ്പോൾ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇതിൽ തകർത്ത് വരുന്നതായിരിക്കും. റെഡി? ഇത് കീത്തുന്റെ അമ്മയുടെ ഷോപ്പാണ്ടത്. അപ്പൊ ഞങ്ങൾ പോണ വഴിക്ക് ഇവർക്ക് ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. എന്റെ പേരിൽ മരുന്ന് മേടിച്ചിട്ട് പോവാന്ന് വെച്ചി. അങ്ങനെ ഛർദിക്കലൊക്കെ ഉണ്ടായില്ലേ. പാറു ചാച്ചമോൻ ഇവിടെ ഗെയ്സ്, നമ്മുടെ പിള്ളേരെല്ലാവരും ഇവിടെ റെഡിയാണ്. ുള്ളത് ട്രെല്ലിലെ ട്രെൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച 2-4 പ്രൊഡക്റ്റ് കാണിക്കാനാണ്. നമ്മുടെ മമാർത്തിന്റെ അപ്റ്റൻ ഫേസ് മാസ്കും അതേപോലെ തന്നെ മമാർത്തിന്റെ ബൈ ബൈ ബ്ലെമിഷസ് ഫേസ് ക്രീമും ആണ്. ട്രെല്ലിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ലൊരു ഇ-കൊമേഴ്സ് ആപ്പാണ്, ഒത്തിരി നല്ല വീഡിയോസ് ഉള്ള ആപ്പാണ്. അപ്പോൾ നമ്മുടെ ട്രെൽ ഷോപ്പിൽ ഇപ്പോൾ വിന്റർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പ്രൊഡക്റ്റുകൾക്ക് അവർ 70% വരെയാണ് ഓഫർ ഇട്ടിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഈ കൂപ്പൺ കോഡ് 25% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒട്ടേറെ ബ്രാൻഡ്സ് നമ്മുടെ ട്രെൽ ഷോപ്പിൽ. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ ഇത്രയും നല്ല ഡിസ്കൗണ്ടിൽ ട്രെൽ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാം. പിന്നെ നമ്മുടെ ഫേസ് മാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആന്റി ഏജിങ് മാസ്ക് ആണ്. പ്ലസ് നമ്മുടെ സ്കിന്നിനെ അത് ബ്രൈറ്റൻ ആക്കും. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പം തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് മനസ്സിലായി തുടങ്ങും, അതിന്റെ ചേഞ്ചസ് ഒക്കെ. പിന്നെ നമ്മുടെ ക്രീമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് നമുക്ക് ഡേയും നൈറ്റ് യൂസ് ചെയ്യാം. നമ്മുടെ മമാർത്തിന്റെ തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കും, മാക്നെ പോലുള്ളതിനൊക്കെ റിമൂവ് ചെയ്യും. ഈ 2 പ്രൊഡക്റ്റും എങ്ങനെയാണ് യൂസ് ചെയ്യാൻ കാണിച്ചു തരാം. മമാർത്തിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്രീം യൂസ് ചെയ്യാം. ഒരു പിഞ്ചോളം എടുക്കാം, ഇതാ ഇത്ര എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം നോൺ ഗ്രീസി ആണ്, അത് എടുത്ത് പറയേണ്ട സംഭവമാണ്. ചെറിയ നല്ല ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. അടുത്ത എങ്ങനെയാണ് ഫേസ് മാസ്ക് യൂസ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതിനൊപ്പം തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട ചെറിയൊരു തിങ്സും കൂടി ഉണ്ട്. ഒരു 20-25 മിനിറ്റ്സ് വരെ നമുക്കിത് ഫേസിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. അത് കണ്ട് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, നല്ല കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. മുഖം ഒന്ന് തിളങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് ട്രെൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണമെന്ന് കാണിച്ചു തരാം. നമുക്ക് ട്രെൽ ഷോപ്പിൽ കയറിയിട്ട് ബൈ ബൈ ബ്ലെമിഷസ് ക്രീം എന്ന് സെർച്ച് ചെയ്യാം. മമാർത്തിൻ്റെ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 449 രൂപയാണ്. നമുക്കത് ആഡ് ടു ബാക്ക് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് മമാർത്തിൻ്റെ അപ്റ്റൻ ഫേസ് മാസ്ക് നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്കത് ഡിസ്പ്ലേ ആവുന്നതാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 499 രൂപയാണ് വരുന്നത്. നല്ലൊരു ഫേസ് മാസ്ക് ആണ്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളിപ്പോൾ ട്രെല്ലിൽ വിൻ്റർ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രെല്ലിൽ നല്ല ഓഫർ ഉണ്ട്, 70% വരെ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട. ഇത് നമുക്ക് ആഡ് ടു ബാഗ് കൊടുക്കാം. ഇപ്പോഴത്തെ നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് 948 രൂപയാണ്. അത് ട്രെല്ലിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് 900 രൂപയ്ക്കും പിന്നെ നമ്മുടെ കൂപ്പൺ കോഡ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ, അതുകൂടി കഴിയുമ്പോൾ നമുക്ക് 25% ഡിസ്കൗണ്ട് കഴിഞ്ഞ് കിട്ടുന്നത് വെറും 585 രൂപയ്ക്കാണ്. അതായത് 362 രൂപ നമ്മുടെ സേവിങ്സ് ആണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ട്രെൽ ഷോപ്പിൽ കയറിയിട്ട് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റൊക്കെ ഇത്രയും ഡിസ്കൗണ്ടിൽ വാങ്ങിക്കുക. നമ്മുടെ കൂപ്പൺ കോഡിൻ്റെ കാര്യം മറക്കണ്ട. 31QNTRL25 ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. ഇവര് കടയിൽ നിന്നുള്ള എല്ലാ സാധനവും മേടിക്കുന്നുണ്ട്. ഹലോ, ഹായ് പറ. ഉറക്കത്തിലാണ് പറ. അപ്പൊ നമുക്ക് ഇനി വീണ്ടും വിശേഷങ്ങളൊക്കെ പോയി കാണാം. ട്രാവലിംഗ് എത്രയെന്ന് 2000 അടിക്കുന്നുണ്ട്. 2000 എന്താവുമെന്ന് കണ്ടറിയാം. എത്ര ലിറ്റർ കിട്ടുമെന്ന് അറിയാം. നമുക്കിത് അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ഈ പെട്രോളിനും ഡീസലിനൊക്കെ ഇത്രയും നല്ല വില ആക്കി തന്ന ആൾക്കാരൊക്കെ കൂടി ഉണ്ട്. എല്ലാവരും നോക്കിണ്ടാവും. അവനെ പുറത്തേക്ക് തല്ലിട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിസ്സാര വിലയിലല്ലേ ഇപ്പൊ പെട്രോളിനുള്ളത്. കൃത്യമായ എമൗണ്ടുകൾ കറക്റ്റായിട്ട് അടിക്കുന്നുണ്ടോ നോക്കണം. നിങ്ങൾ പറഞ്ഞോളൂ. Hi guys. Hello. Welcome to our channel. PK Couples. Adu.
ചിക്കു അല്ല സോറി വിഷ്ണുരാജ്. ഞങ്ങള് ചിക്കു എന്നാണ് വിളിക്കും. ഓമനത്തോടെ ഞങ്ങള് ചിക്കുമോയി വിളിക്കും. ഞങ്ങള് മൂന്നാളെയും കാണാൻ നല്ല രസമില്ലേ? അത് ഞങ്ങളുടെ ട്രെൻഡ്സിന്റെ ടോപ്പാണ്, യാദൃശ്ചികമായിട്ട് ടോപ്പാണ് കേട്ടോ. ഇതപ്പോ നിങ്ങളെ കയ്യിലുണ്ടാവും അറിയാം. ഇതിൽ 100 പേർക്കെങ്കിലും ഉണ്ടാവുന്ന ടോപ്പ്. അപ്പൊ ഞങ്ങള് അടിച്ചു പൊളിച്ച് വരാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഛർദിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഞങ്ങള് പോകാണ്. പെട്രോൾ അടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ പാട്ട് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങള് ഏകദേശം ഗുരുവായൂരൊക്കെ എത്താറായി. പക്ഷേ ഇതാണ് ഇപ്പത്തെ അവസ്ഥ. ഗംഭീര ബ്ലോക്കാണ്. എന്താ ഏതൊരുത്തന്നെ അടിച്ചു പിന്നിച്ച് വരുന്നുണ്ട്. അവിടെ ഫുള്ള് കോമഡി കാര്യങ്ങൾ പറയുന്നത്. ആരാ കോമഡി പറഞ്ഞത്? ഇപ്പൊ തന്നെ കോമഡി പറഞ്ഞ ആളാരുടെ ബാക്കിലിരിക്കണത് അല്ലേ? കാണില്ലല്ലോ നോക്കിയാ കോമഡി പറഞ്ഞ ആളെ കാണിച്ചു കൊടുത്തേ. ചുക്കുച്ചേട്ടൻ ഭയങ്കര കോമഡിയാ. ചുക്കുച്ചേട്ടൻ എന്ത് നോക്കണത്? ഇടരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇടരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഇട്ടിരിക്കും. അത് ഭയങ്കര നാണാണ്. അത് ഈ ഒരു ടൂറിന് ശേഷം അതിന് ഞങ്ങൾ പൂർവാധികം ശക്തിയോടെ പുതിയൊരാളാക്കി മാറുന്നത്. അതും എന്താ ഞങ്ങൾ നോക്കും കാര്യം. ബ്ലോക്ക് മാറി ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ പോയി ഞങ്ങളിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കാണ്. ചായ വാങ്ങിച്ചു. അതെ ചൂടുണ്ട്. ചിക്കുന് ഭയങ്കര നാണം. ചിക്കു ഫേമസ് ആയി. ഞങ്ങളുടെ മുത്താണ് കേട്ടാ, ഞങ്ങളുടെ രംഗാണ്. നമ്മള് മാരകമായി വെട്ടിച്ചെടുത്തിരിക്കുകയാണ്. കണ്ടോ? ധൈര്യമുണ്ട് ഇതേപോലെ ഞാൻ നിർത്തിയത് വേറെ നിങ്ങളെ കുഴിയാറിലാണ്. ഒരാള് ഇങ്ങനെ ഓവർടേക്ക് ഒക്കെ ചെയ്തപ്പോ നമ്മൾ നോക്കൂ ഞങ്ങൾ ഇടയിൽ കയറി. ഗംഭീര ബ്ലോക്ക്. ഹോണപ്പോ പോയി പ്രതികരിച്ച് ചെല്ലടാ പിടിച്ച ഞാൻ ഗംഭീര വണ്ടി. അവൻ്റെ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടോ ആശ. അയ്യാ നമ്മുടെ പാറ് എത്തിയിട്ടുണ്ട്. പാറിന്റെ ഇറക്കം കഴിഞ്ഞിട്ട് ആപ്പിളൊക്കെ കഴിച്ചു. വശിന്റെ പാടില്ല ഞങ്ങൾ ആപ്പിളൊക്കെ കഴിച്ചു. ഇപ്പോഴും ആ വണ്ടി ബ്ലോക്കായ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഗുരുവായൂർ അമ്പലത്തിനോട് എത്തിയപ്പോ ചേട്ടൻ പൈസ ഇടാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. പാറുവിനായിട്ട് അമ്പലം നല്ല രസാക്കിയിട്ടുണ്ടല്ലോ. ഹലോ കീത്തുന്റെ കാലിരിക്കണേക്ക് ഇതൊക്കെ ഇങ്ങനെ ഇടിച്ച് പരത്തി ചതച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണ് പറയൂ? നമ്മളിപ്പോ നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടക്കലാണ്. നടയിൽ നിന്നും കുട്ടിയെയും കൊണ്ട് പൈസ ഇടാം എന്ന് ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോള് എന്തായാലും പൈസ ഇട്ടിട്ടേ പോവുള്ളൂ. ഞങ്ങളുടെ വിശ്വാസമാണ്. ഞങ്ങൾ കൊറേ നാളെ ഞങ്ങളുടെ കണ്ണന്റെ അടുത്തേക്ക് വന്നിട്ട് കണ്ണ കൃഷ്ണ കണ്ണ
ഹലോ, എല്ലാവർക്കും നന്നായിട്ട് വിശക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചായ കുടിക്കാന്ന് വെച്ച് ഞാനിപ്പോൾ എത്രയായി? സമയം 6:30 ഇവിടെ ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. പാറു എല്ലാവരും ചെറിയ ബജ്ജി കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. വേറെ വലുതായിട്ടൊന്നുമല്ല, ചെറുതായിട്ടാണ് കഴിക്കുന്നത്. ഇനിയിപ്പോൾ ചെന്നിട്ട് കോഴിക്കോട് ചെന്നിട്ട് ഹെവി ആയിട്ട് ഞാൻ കഴിക്കണം. ചേട്ടൻ ചായ കുടിക്കാത്തതിൻ്റെ അപ്പുറത്തോട്ട് കരി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കോഴിക്കോട് ബീച്ചിൽ. ഗൈസ്, ഇവർക്ക് എല്ലാവർക്കും മൂത്രം ഒഴിക്കാൻ മുട്ടിരിക്കുകയാണ്. നിയറസ്റ്റ് ഒരു പെട്രോൾ പമ്പ് കിട്ടിയപ്പോൾ എന്ത് ചെയ്ത് ഞങ്ങൾ എല്ലാവർക്കും സുഖമായ ആശ്വാസമായ ഹാപ്പി അല്ലേ ഞങ്ങളെല്ലാവരും? റെഡി? ഓക്കെ അല്ലേ? അവിടെ കണ്ട ആ മൂത്രപ്പേരുടെ പേര് തന്നെ ആണില്ലേ എന്താണെന്ന് നോക്കി. ആഹാ, സുഖം, മൊത്തത്തിൽ സുഖമാണ്. ഞങ്ങൾ വേഗം തിരിക്കാനുള്ള പരിപാടിയാണ്, വേഗം എത്താനുള്ളതാണ്. അതിനിടയിലാണ് ഇവർക്ക് എല്ലാവർക്കും മൂത്രം ഒഴിക്കാനൊക്കെ മുട്ടിയത്. ഓക്കെ, ബൈ ബൈ. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ പ്ലാൻ മാറ്റി പ്ലാൻ ബിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നതിന് പകരം വയനാട് അങ്ങോട്ട് ഇറങ്ങാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ടിനോടൊക്കെ സംസാരിച്ച് വയനാട് നല്ലൊരു റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ടീമും നേരെ പോകുന്നത് വയനാട്ടിലേക്ക്. ഹലോ, അപ്പോൾ നമ്മൾ താമരശ്ശേരി എത്തിയിട്ടോ. താമരശ്ശേരി എത്തിയപ്പോൾ ചേട്ടൻ കുറച്ച് ചിപ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വെച്ച്. ബാക്കി എല്ലാവരും വണ്ടിയുടെ ഉള്ളിലുണ്ട്. ചേട്ടൻ അവിടെ ചിപ്സ് മേടിക്കുന്നുണ്ട്. പാറു അപ്പോൾ നമ്മൾ ഇനി അടുത്ത ചുരം കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് കഴിച്ചിട്ടൊക്കെ പോകാന്നുള്ള പരിപാടി നിൽക്കുകയാണ്. ചിപ്സ് മേടിക്കാന്ന് പറയുന്നത്. ഹായ് കീർത്തന. നമ്മളുടെ വണ്ടി ഇവിടെ സെറ്റായിരിക്കുന്നു. ഓക്കെ അല്ലേ നിങ്ങള്? ചുരം കയറി തുടങ്ങിയപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല ബ്ലോക്ക് കിട്ടി തുടങ്ങിയിട്ടാ. ഗംഭീര ബ്ലോക്കാണ്. മുകളിലൊക്കെ ഫുള്ള് ബ്ലോക്ക്. അവിടെ ഡോറൊക്കെ അടച്ചിട്ടില്ലേ? വെള്ളാറ്റത്ത് അഞ്ചിരിക്കുന്ന ഭാഗത്ത് വെള്ളം ഫുള്ള് ബ്ലോക്കായി. ലോക്കായിട്ട് ലോക്കാക്കി. ഗ്ലാസ്സിൽ വെച്ചെടുക്കും. അപ്പോൾ സുഖമായിട്ട് കഴിക്കാം. ഇവിടെ കിടക്കാൻ വേണ്ടി ഇപ്പൊ പോയ വണ്ടി ഉണ്ടല്ലേ, അതൊരു വലിയ വണ്ടി രണ്ടിറങ്ങാൻ വന്നിട്ടുണ്ടെങ്കിലേ പിന്നെ ഇത് ഹെയർ പിൻസ് വളയൂടാ. റിവേഴ്സ് എടുത്ത് ഫോർവേഡ് എടുത്തൊക്കെ തള്ളണം. അപ്പൊ ഏതെങ്കിലും പിശാചികൾ കൊണ്ടുവന്ന് ഇപ്പൊ നമ്മവിടെ നിർത്തി കൊടുത്തില്ലേ, സാധനം പോകണം. ഈ സാധനം ഒടുക്കത്തിൽ ഓടണ പോണേടാ. വലിയ വണ്ടി ബ്ലോക്കാണ്, രക്ഷയില്ലാത്ത ബ്ലോക്ക് ഇട്ടാ. പാറക്കുട്ടി ഇവിടെ നോക്കി മാറോ. ഹായ് പറഞ്ഞു മാറും. റിച്ചാർജിന്റെ ഫോണിൽ നമ്മള് ഹായ് പറഞ്ഞു. പെട്ടെന്ന് എത്താന്നുള്ള മോഹൻ ഞങ്ങൾ വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞങ്ങള്. എന്തായാലും പതിയെ പോകാനേ പറ്റുള്ളൂ. ഹെവിയാണ്, മൊത്തത്തിൽ പണിയാണ്. 10 മണിക്ക് അവിടെ എത്തിയാൽ മതിയായിരുന്നു. ആക്ച്വലി ഒന്നും കാണില്ല. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ചുരം കയറിയിരിക്കാണ്. എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിലല്ല, ഒരു രക്ഷയില്ല. അമ്മാതിരി കോട. ഇത് കണ്ട കോട ഇറങ്ങിയിട്ടാണെങ്കില് റോഡ് പോകുന്നത്. ഓക്കെ, നീല ഒരു വളവുണ്ടെന്ന് തോന്നുന്നു അവിടെ കാണുന്നുണ്ട്. ഹലോ, അപ്പോൾ നമ്മൾ അവസാനം നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന വീട്. ആണോ, കുഴപ്പമില്ല, അത്യാവശ്യം സെറ്റപ്പ് വീടാണ് കേട്ടോ. ഞാൻ ഫുള്ളൊന്ന് കാണിച്ചു തരാം. ഹലോ, ഹൈ 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 ആദു. യെസ്,
ഇത് നല്ല അടിപൊളി വീടാണ്. ഫുഡൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി വീടാണ് കേട്ടോ. ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും നോക്കാൻ പറ്റിയ റൂം ഇവിടെ. ഇങ്ങനെ ഇവിടെ കോമൺ ബാത്റൂം കോമൺ ആണ്. ഇവിടെ റൂമുണ്ട്. അത്യാവശ്യം നല്ല അറേഞ്ച്മെന്റ്സ് ഒക്കെ സൂപ്പറാണ്. പിന്നെ ഒരു റൂം ഇവിടെ ഒരു റൂമുണ്ട്. ഫുള്ളൊക്കെയാണ്, അടിപൊളിയാണ്. കിച്ചൺ ഫെസിലിറ്റി എല്ലാം ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജ്, ഗ്യാസ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലേറ്റ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് വന്ന് കുക്ക് ചെയ്തൊക്കെ കഴിക്കണമെങ്കിലൊക്കെ കുക്ക് ചെയ്തൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും പിന്നെ ഒരു ചിക്കൻ കടായി എന്താണ്ടൊക്കെ പറഞ്ഞ് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമേ കയറിയിരുന്ന് വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് നിഖിലേട്ടനാണ് നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യുന്നത്. ലാസ്റ്റ് നിഖിലേട്ടൻ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ എന്താ, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞങ്ങളത് മാറ്റി പ്ലാൻ ബി ആക്കി. ഇതൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഡാൻസ് പരിപാടിയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, നല്ല വെട്ടിവേങ്ങലാണ്. പ്ലേറ്റിൽ നിന്ന് ആരും കണ്ണെടുക്കില്ല, കാരണം ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചാണ്. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ ഒരു ചെറിയൊരു ചായ അത്ര മാത്രമേ ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പാറൂനതേ 5 വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാറൂന് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ചിക്കൻ്റെ ഐറ്റംസൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ മുപ്പര് സൈലൻ്റ് ആയിട്ടിരുന്ന് കഴിച്ചോളും. ഇവിടെ മൊബൈലിന് ഒട്ടും റേഞ്ച് ഇല്ല. നമ്മുടെ ഭാഗ്യത്തിന് വീട്ടിൽ വൈഫൈ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കണക്ട് ചെയ്തു. പിന്നെ ടി വി ഒക്കെ വെച്ചു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ രസം, പുറത്ത് നമ്മൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ മാനും കുറച്ച് പന്നിയൊക്കെ അവർ വരുന്ന പറഞ്ഞു. ഞങ്ങൾ സത്യം പറഞ്ഞൊരു മാനെ കണ്ടുകൂട്ടാ, മറ്റേ തിങ്കൾ കലമാൻ. അയ്യോ, അത് സീരിയലിൻ്റെ പേരല്ലേ, കലമാൻ എന്നുള്ളൊരു മാനെ കണ്ടു. നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ പുറത്ത് ഇങ്ങനെ മൃഗങ്ങളൊക്കെ വന്നിക്കാന്നൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല എൻജോയ്മെൻറ്റ് മൂഡിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു തുടങ്ങി.